പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NASന്റെ +2 ഡാറ്റ എൻട്രി ഓപ്പറേഷൻ കോഡ് നമ്പർ 336 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിംഗ് ആണ്. 2024 ഒക്ടോബർ 4 എക്സാമിൻ്റെ 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും വിവിധ ക്വസ്റ്റ്യൻസ് ആൻസർ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 സിലബസ് അപ്ഡേഷൻ പ്രകാരം ആദ്യമായി ഏപ്രിലും രണ്ടാമതായി ഒക്ടോബറിലും എക്സാമിനാണ്. ഏപ്രിൽ നടന്ന എല്ലാ എക്സാമിൻ്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഒക്ടോബർ നടന്നത് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഡാറ്റ എൻട്രിയുടെ 2 മാർക്കിൻ്റെയും 1 മാർക്കിൻ്റെയാണ്. ഇതിൽ വരുന്ന 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മൊത്തം 10 ചാപ്റ്ററാണ്. അതിൽ 60% ഏകദേശം 6 ചാപ്റ്റർ നിങ്ങൾ എക്സാമിന് പഠിച്ചാൽ മതി. നമുക്ക് 100 മാർക്കിൻ്റെ വിഷയത്തിൽ ഇതിൽ 60 മാർക്കും പ്രാക്ടിക്കലാണ്. പ്രാക്ടിക്കൽ ഇപ്പോൾ ഏപ്രിൽ എഴുതുന്നവരുടെ പ്രാക്ടിക്കൽ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമുക്ക് 32 മാർക്കാണ് തിയറി പരീക്ഷയിൽ. 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ 1.5 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ എഴുതേണ്ടത്. ആ 40 മാർക്കിനെ പ്രാക്ടിക്കൽ ഉള്ള വിഷയമായതുകൊണ്ട് അതിന് 32ലേക്ക് കൺവേർട്ട് ചെയ്യും. പിന്നെ 8 മാർക്കാണ് അസൈൻമെൻറ്റ്. അസൈൻമെൻറ്റ് നമ്മൾ 20 മാർക്കിന് എഴുതി കൊടുത്തിട്ടുള്ളത് 8ലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെ 60 + 32 + 8 അങ്ങനെയാണ് 100ൽ വരുന്നത്. പ്രാക്ടിക്കലിന് വേറെ മാർക്ക്, തിയറിക്ക് വേറെ മാർക്ക്, അസൈൻമെൻറ്റിന് വേറെ മാർക്ക്. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് ബോർഡിൽ എഴുതിയിട്ടുള്ളത്. കാരണം നമ്മൾ എക്സാമിന് ഇംഗ്ലീഷിലാണ്. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ട് നമ്മൾ ബോർഡിൽ ഇംഗ്ലീഷിൽ എഴുതി അതിൻ്റെ അർത്ഥം പറഞ്ഞ് ആൻസർ മലയാളത്തിൽ പറയും. ഓക്കെ, ആൻസർ നിങ്ങൾക്ക് ഏത് ഭാഷയിൽ വേണമെങ്കിലും എഴുതാം. ആദ്യം നമ്മൾ കുറച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, 11ാമത്തെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഡാഷ് കളർ വേവി ലൈൻ അപ്പിയർ അണ്ടർ മിസ്സ്പെൽഡ്. ഒരു മൈക്രോസോഫ്റ്റ് വേർഡിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത്, ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ ഏത് കളറാണ് അവിടെ കാണിക്കുക? അണ്ടർലൈൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. റെഡ് കളറാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് കാണിക്കുന്നത്. രണ്ടാമത് ഡാഷ് ഈസ് എ പ്രിന്റർ ദാറ്റ് പ്രൊഡ്യൂസ് ഇമേജ് ബൈ പുഷിംഗ് ഇലക്ട്രിക്കലാണ്. ഏത് പ്രിന്ററാണ് ഇമേജ് ഇലക്ട്രിക്കലായിട്ട് ഹീറ്റഡ് ആയിട്ടുള്ള പിൻസ് ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അതിൽ തെർമൽ പ്രിന്ററാണ്. മൂന്നാമത് ഡാഷ് ഈസ് എ ടെക്സ്റ്റ് വിച്ച് ഈസ് ആഡഡ് ടു ടോപ്പ് മാർജിൻസ് ഓഫ് എവരി പേജ് ആണ്. ഹീഡർ ആണ്. ഹീഡർ ആണ് ടെക്സ്റ്റ് വിച്ച് ഈസ് ആഡഡ് ടു ടോപ്പ് മാർജിൻ ഓഫ് എവരി പേജ്. 14ാമത് വാട്ട് ഈസ് ദ കീ കോമ്പിനേഷൻ വിച്ച് ഈസ് പാസ്ഡ് ഇൻസെർട്ട് എ പേജ്. ഒരു പേജ് ബ്രേക്ക് ആക്കിയിട്ട് അടുത്ത പേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഏത് കീ ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. കൺട്രോൾ + എൻ്റർ. കൺട്രോളും എൻ്ററും പാടെ ഒന്നിച്ചടിക്കണം. അടുത്ത 15 വാട്ട് ഈസ് എ ഷോർട്ടസ്റ്റ് വേ ഓഫ് സെലക്ടിങ് വോട്ട്. മൊത്തം പാരഗ്രാഫ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ടസ്റ്റ് റൂട്ട് ഏതാ? കൺട്രോൾ + ഷിഫ്റ്റ് + ഡൗൺ ആരോ. ഈ 3 പാടെ വേണം. കൺട്രോൾ + ഷിഫ്റ്റ് + ഡൗൺ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാരഗ്രാഫ് മുഴുവനായിട്ട് സെലക്ട് ചെയ്യാം. 16 വിച്ച് ഫംഗ്ഷൻ ഈസ് ടു കാൽക്കുലേറ്റ് സം ഓഫ് റേഞ്ച് സെൽ വിച്ച് റെസ്പെക്ട്. ഒരു സെല്ലിൽ മൊത്തം തന്ന ഡാറ്റയുടെ സമ്മ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഇത്. സം ഫംഗ്ഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 17 ഡാഷ് ഈസ് എ സ്ലൈഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓർ അതർ സ്ലൈഡ്. ഏത് സ്ലൈഡാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് മറ്റ് സ്ലൈഡ് പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പ് സ്ലൈഡിൽ ഉപയോഗിക്കുന്ന സ്ലൈഡാണ് മാസ്റ്റർ സ്ലൈഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ 18ാമത്തെ ചോദ്യം 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതിൽ ഒന്നാമത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കമ്പൈലർ ആൻഡ് അസംബ്ലർ. കമ്പൈലറും അസംബ്ലറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ഇത് കൊടുത്തിട്ടുണ്ട്. എന്താണ് കമ്പൈലർ, എന്താണ് അസംബ്ലർ, ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഗൈഡിൽ ഇത് വിശദമായിട്ട് മലയാളത്തിൽ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പറയാം. കമ്പൈലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് യന്ത്രഭാഷ മാത്രമേ കൈകാര്യം ചെയ്യാൻ സാധിക്കൂ. അതിനാൽ ഉന്നത ഭാഷകളെ യന്ത്രഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ തർജ്ജമ ചെയ്യുന്ന സംവിധാനത്തെയാണ് കമ്പൈലർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. യന്ത്രഭാഷയിൽ എഴുതപ്പെട്ട ഒരു പ്രോഗ്രാമാണ് കമ്പൈലർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നാൽ അസംബ്ലർ എന്ന് പറഞ്ഞാൽ അസംബ്ലി ലാംഗ്വേജിലുള്ള ഒരു പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് തർജ്ജമ ചെയ്യുന്നതാണ് അസംബ്ലർ എന്ന് പറയുന്നത്.
ഇതാണ് വ്യത്യാസം. ഇനി ഇതറിയാത്തവർക്ക് വാട്ട് ഈസ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്താണ് ഹൈ ലെവൽ ലാംഗ്വേജ്, അതിന്റെ 2 ഉദാഹരണങ്ങൾ എഴുതാനാണ്. ഇംഗ്ലീഷ് ഭാഷയെ അടിസ്ഥാനമാക്കിയുള്ളതും ലളിതവുമായ ഭാഷയാണ് ഉന്നത ഭാഷ. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലളിതമായി പ്രോഗ്രാം ചെയ്യുന്നതിന് സഹായിക്കുന്ന ഭാഷയാണ് ഉന്നത ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന ബേസിക്, കോബോൾ, ഫോർട്രാൻ, C++, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ചോദിക്കാവുന്നതാണ്. എല്ലാ വിഷയത്തിനും മലയാളത്തിലുള്ള ഗൈഡുകൾ ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾ 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട്, SSLC+2 ഇന്ത്യയിൽ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെൻറ്റുകൾ, പ്രാക്ടിക്കൽ റെക്കോർഡുകൾ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ വീട്ടിലിരുന്ന ആരെങ്കിലും ഓൺലൈനായിട്ട് SSLC+2 എഴുതണമെങ്കിൽ ഇക്വലൻസ് ലഭിക്കുന്ന രീതിയിൽ നമുക്ക് എൻട്രൻസ് എക്സാമിനും നഴ്സിങ്ങിനൊക്കെ പഠിക്കുന്ന രീതിയിൽ നമുക്ക് മൊബൈൽ പരീക്ഷ എഴുതുന്ന ബോസ് എഡ്യൂക്കേഷൻ്റെ SSLC+2 നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.